നമസ്കാരം സുഹൃത്തുക്കളെ. അഭിനയ തൊഴിലാളിയായ പൃഥ്വിരാജിൻ്റേതായിട്ടുള്ള സിനിമകൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് റിലീസാവുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലെ ഒരു ഭാഗത്ത് മാത്രമേ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള 437 ഫാൻസുകാരുടെ പേജുകളും മറ്റുമൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ആ സിനിമയിൽ ക്യാമിയോ റോളിൽ മോഹൻലാലിനെ പോലെ മറ്റൊരു അഭിനയ തൊഴിലാളി ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു വിഭാഗം ആളുകൾ കൂടി അതിൽ കുറച്ച് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയുടെ ഒരു സൈഡിൽ മാത്രം സജീവമായിട്ട് നിർത്തും. എന്നാൽ മറുവശം ഉണ്ടല്ലോ, ആ മറുവശം കനത്ത നിശബ്ദതയായിരിക്കും. അവരൊരു 4 ദിവസമൊക്കെ കാത്തിരിക്കും ഈ സിനിമയുടെ പരാജയം ഉറപ്പിക്കുന്നവരെ. അതിനുശേഷമായിരിക്കും അവർ പതുക്കെ ആഘോഷം തുടങ്ങുന്നത്. അവർ കൂടി ഇങ്ങനെ ആഘോഷിച്ച് തുടങ്ങുമ്പോഴാണ് ഒരുപക്ഷെ മറ്റുള്ള ജനങ്ങൾ അറിയുന്നത് ഈ അഭിനയ തൊഴിലാളിയായ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ഇറങ്ങി പൊട്ടിപ്പൊളിഞ്ഞു പോയി എന്ന വസ്തുത. ഇത് കഴിഞ്ഞ 2-3 സിനിമകളായിട്ട് നമ്മൾ നിരന്തരം കാണുന്നതാണ്. വിലായത്ത് ബുദ്ധയും അതേപോലെ തന്നെ ഐ നോബഡിയൊക്കെ വന്ന രീതിയിൽ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു തിയേറ്ററിൽ നിന്ന് ഔട്ടാവുന്നു. അതിനുശേഷം സംഖ്യകൾ ആഘോഷിച്ച് തുടങ്ങുന്നു. അപ്പോഴാണ് ചിലരൊക്കെ ചോദിക്കുന്നത് ഇങ്ങനൊരു സിനിമ ഇറങ്ങിയായിരുന്നു എന്ന്. ഇതായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ അഭിനയ തൊഴിലാളി പൃഥ്വിരാജിൻ്റെ സിനിമകളുടെ അവസ്ഥ. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു പുതിയ സിനിമ റിലീസായി കേട്ടോ. സാധാരണഗതിയിൽ ഇങ്ങനെ റിലീസാകുമ്പോൾ ഒരു 4-5 ദിവസമൊക്കെ സംഖ്യകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിശബ്ദരായി ഇരിക്കാറുണ്ട്, പരാജയം ഉറപ്പിച്ചതിന് ശേഷം മാത്രം ആഘോഷിക്കാൻ. എന്നാൽ ഇത്തവണ അവർ ആദ്യ ദിവസം മുതലേ ആഘോഷിക്കുകയാണ്. കാരണം ഇതൊരു ആക്ഷൻ സിനിമയാണ്. ആക്ഷൻ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ ദിവസം തന്നെ അതിന് മോശം അഭിപ്രായമാണ് വരുന്നതെങ്കിൽ പിന്നെ അത് ഓടി രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ഒരു കുടുംബ ചിത്രം പോലെയൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ചിത്രം പോലെയൊന്നുമല്ല. അതിനൊക്കെ ഡീഗ്രേഡ് ചെയ്താലും തുടക്കത്തിൽ അത് മോശം അഭിപ്രായം വന്നാലും ഒരുപക്ഷെ നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കണ്ട് കേട്ടറിഞ്ഞ് കൂടുതൽ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ ഹിറ്റാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആക്ഷൻ സിനിമ അങ്ങനെയല്ല. ആദ്യ ദിവസം തന്നെ കാണുന്ന അയാളുടെ ആരാധകരായിട്ടുള്ളവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ബാക്കി ആർക്കും അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ ആ ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അത് ആദ്യ ദിവസം തന്നെ പൊട്ടി എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി 4 ദിവസമൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല, ഇപ്പോൾ മുതൽ തന്നെ ആഘോഷിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് സംഖ്യകൾ കഴിഞ്ഞ ദിവസം തന്നെ ആഘോഷിച്ചു തുടങ്ങി. ബലം ആ സിനിമ കൂടി പൊട്ടി എന്നുറപ്പായി. വലിയ കൊട്ടിക്കോഷിച്ചൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയാളുടെ വളരെ കുറച്ച് ആരാധകരും പിന്നെ അതിൽ ക്യാമിയോ റോൾ ചെയ്യുന്ന മോഹൻലാൽ എന്ന വ്യക്തിയുടെ ആരാധകരും കൂടി ചേർന്നിട്ട് എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. പക്ഷേ മുൻപ് നമ്മൾ ദിലീപിൻ്റെ കൊച്ചി രാജാവ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ട്. അതിൽ ഹരീശ്രീ അശോകനെ വേഷം കെട്ടിച്ച് കോളേജിൽ കൊണ്ടുവരുന്ന പോലെ ഒരു വേഷമാണത്രേ മോഹൻലാലിന്. അതായത് മേക്കപ്പും എല്ലാം കണ്ടു കഴിഞ്ഞാൽ വളരെ ശോകമാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ആരാധകർക്ക് പോലും ആ സംഗതി ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരും കോവി മെഴുകുകയാണ് എന്നാണ് കേൾക്കുന്നത്. ചുരുക്കത്തിൽ ഖലീഫ എന്ന് പറഞ്ഞിറങ്ങിയ സിനിമയും 8 16 നിലയിൽ പൊട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. അത് കൂടാതെ ആദ്യ ദിവസം അത് കാണാൻ പോയ വ്യക്തി ടൊവിനോ തോമസാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പൃഥ്വിരാജിനെ ഒന്ന് സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് ടൊവിനോ തോമസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സംഖ്യകൾ. അപ്പോഴാണ് ആ മഹാൻ പോയി ഈ സിനിമ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പരാജയം ഒന്നുകൂടി ഉറപ്പിക്കാൻ മാത്രമേ അതിന് പറ്റൂ എന്ന് ഇന്നലെ കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. ആ സിനിമ ഇനി ഓടി അതിൻ്റെ മുടക്കുമുതലെങ്കിലും പിടിക്കുന്ന കാര്യം കണ്ടറിയണം. അത് നടക്കാനേ പോകുന്നില്ല. കാരണം കഴിഞ്ഞ സിനിമകൾ ഐ നോബഡിയും വിലായത്ത് ബുദ്ധയും പള്ളിച്ചട്ടമ്പിയിലെ ക്യാമിയോ റോളുമൊക്കെ 8-16 നിലയിൽ പൊട്ടിയിട്ട് ഇനി ഇയാളെ വെച്ച് സിനിമ എടുക്കുന്ന ആളുകൾ 2-16 വട്ടം ആലോചിക്കണം എന്നൊരു ഘട്ടം എത്തി നിൽക്കുകയാണ്. അയാളെക്കൊണ്ട് ഒറ്റയ്ക്ക് ഒരു സിനിമ ഇനി വിജയിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ പറ്റില്ല എന്ന് അയാൾക്ക് തന്നെ ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ മോഹൻലാലിനെ പിടിച്ചിടയ്ക്ക് ക്യാമിയോ റോളിലൊക്കെ കൊടുക്കുന്നത്. അതാണെങ്കിൽ ഇങ്ങനെയായി. ഇപ്പോൾ അയാളുടെ ആരാധകർ പറയുന്നത് ഈ വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ ലാലേട്ടനെ, അതായത് മോഹൻലാലിനെ ഇവൻ കരുവാക്കുന്നു, മോഹൻലാലിനെ കോമാളി കളിപ്പിക്കുന്നു, ഈ മനുഷ്യനെന്തിന് ഇവന് ഡേറ്റ് കൊടുക്കുന്നു, ഈ തരത്തിലൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഫാൻസും പൃഥ്വിരാജിൻ്റെ 4-3-7 ഫാൻസും കൂടെ തമ്മിൽ അടിയുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. സംഖ്യകൾ എന്തായാലും ഹാപ്പിയാണ് കേട്ടോ. സാധാരണ 4-5 ദിവസം കാത്തിരുന്നിട്ടായിരുന്നു അവർ ആഘോഷിക്കുന്നത്. ഇപ്പോൾ ആദ്യ ദിവസം തന്നെ ഖലീഫ പൊട്ടിയെന്ന് ആരാധകർക്ക് തന്നെ സംഭവിക്കേണ്ടി വന്ന സ്ഥിതിക്ക് അതൊരു ആക്ഷൻ പടമായതിനാൽ എന്തോ അധോലോകോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. അതിലെ വേഷവിധാനങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കേട്ട് കണ്ട് പഴകിയ കഥയും മേക്കിങ്ങിലും വലിയ പുതുമയൊന്നുമില്ല. പോരെങ്കിൽ പുറത്തു നിന്നിട്ട് താളം വിടാനേ പൃഥ്വിരാജിന് പറ്റൂ. ചില സംവിധായകരുടെ കയ്യിലുള്ള കഥ, അത് എടുക്കാൻ പോകുന്ന രീതി, നടന്മാർ അഭിനയിക്കുന്ന സിനിമകൾ, ഇതിൻ്റെയൊക്കെ കാര്യം പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി കൃത്യമായിട്ട് പറയും. പക്ഷേ സ്വന്തം സിനിമയെപ്പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല. അതെങ്ങനെ എടുക്കണമെന്നോ അതിൻ്റെ കഥ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലൊക്കെ അയാൾ വൻ പരാജയമാണ് എന്നാണ് ഇപ്പോൾ തുടരെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ആകെ പ്രതീക്ഷ ആ രാജമൗലി ഒരു സിനിമയും കൊണ്ട് വരുന്നുണ്ട്. ആ സിനിമയിൽ വില്ലൻ വേഷം എന്താണ് ഈ രായപ്പൻ ചെയ്യുന്നത്. ഇനി ആ രാജമൗലിയുടെ പതിവ് സിനിമകൾ പോലെ ഒരു വലിയ ഹിറ്റിലോട്ടൊന്നും പോയില്ല. ഹിറ്റാവും, പക്ഷേ മുൻ ചിത്രങ്ങൾ പോലെ അത്ര വലിയ ഹിറ്റൊന്നും ആയില്ലെങ്കിൽ അതിൻ്റെ പഴി കൂടി രായപ്പൻ്റെ തലയിലിരിക്കുമെന്ന കാര്യം ഏകദേശം ഇപ്പോൾ തന്നെ ഉറപ്പാണ്. ചുരുക്കത്തെ ഇനി രക്ഷപ്പെടണമെങ്കിൽ അതികഠിനമായ രീതിയിൽ തന്നെ സിനിമ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും പ്രവർത്തിക്കുന്ന കാര്യത്തിലുമൊക്കെ അധ്വാനം ചെയ്തതിന് ശേഷം മാത്രമേ പറ്റൂ. മാത്രമല്ല അയാളുടെ ആ നാവ് അടക്കി വെക്കാനും കൂടി അയാൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ CJP സമരകാലത്തൊക്കെ ആ നാവ് അടക്കി വെക്കാൻ അയാൾ
കുറച്ച് പരിശീലിച്ചിരുന്നു, അതിൻ്റേതായിട്ടുള്ള മാറ്റമുണ്ട്, അയാളുടെ യാതൊരു പ്രതികരണവും വന്നില്ല. അങ്ങനെ കുറച്ച് വർഷവും കൂടെ ഇങ്ങനെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സാധാരണ രീതിയിൽ പോലെ ഒരു സിനിമാ തൊഴിലാളിയുടെ സിനിമ വരുമ്പോൾ കൊള്ളാമെങ്കിൽ അത് ആളുകൾ കാണും, കൊള്ളില്ലെങ്കിൽ പൊട്ടും. ആ ലെവലിലേക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ കൊട്ടിഘോഷിച്ച് വന്നിട്ട് നല്ല പടമാണെങ്കിൽ പോലും പൊട്ടിക്കുന്ന ഈ ഒരു അവസ്ഥ എന്തായാലും വരില്ല. എന്തായാലും ഈ ഇറങ്ങിയ ഖലീഫ അത്ര നല്ല സിനിമയൊന്നുമല്ല, ആരാധകർക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ 4 ദിവസം കഴിഞ്ഞ് ആഘോഷിക്കേണ്ട സംഖ്യകൾ ആദ്യ ദിവസം മുതൽ തന്നെ ആഘോഷിച്ചു തുടങ്ങിയിരിക്കുന്നു.